ഇത് സമൂഹത്തിലുള്ള പുത്തൻവാദികളടക്കം മുസ്ലിം സമുദായത്തിലെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അത്തഹിയാത്തിന്റെ പ്രാർത്ഥനയായി എല്ലാവരും പഠിപ്പിക്കുന്നതുമാണ്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവായി ചൊല്ലിയിരുന്ന പ്രാർത്ഥനയും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അകത്തെ ശിക്ഷയെ തൊട്ട് പടച്ചവനെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഫിത്നതിഹി, ഖബറിന്റെ അകത്തെ ഫിത്നയെ തൊട്ടും പരീക്ഷണത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ അദാബിൻ നാർ, പരലോകത്തെ നരകശിക്ഷയെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലും മരണത്തിലും സംഭവിക്കുന്ന സകലവിധ പരീക്ഷണങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ജീവിതത്തിന്റെ ഫിത്നകളിൽ ഖിയാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ദജ്ജാൽ, മസീഹുദ് ദജ്ജാൽ, ആ തിന്മയുടെ ശക്തിയുടെ സകലവിധ പരീക്ഷണങ്ങളിൽ നിന്നും പടച്ചവനെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാത്ത വിശ്വാസി മുസ്ലിംകളുടെ കൂട്ടത്തിലില്ല. നിസ്കരിക്കുന്നവരൊക്കെ ദുആ ചെയ്യുന്നത്. അപ്പൊ ഖബറിന്റെ അകത്തെ ശിക്ഷയും ഖബറിന്റെ അകത്തെ ഫിത്നയും എന്ന് പറയുന്നത് നരകശിക്ഷയ്ക്ക് മുൻപാണല്ലോ. നരകശിക്ഷയാണല്ലോ പരലോകത്തിലെ ശിക്ഷ. പരലോക ശിക്ഷ വരുന്നതിന് മുൻപേ ഖബറിന്റെ അകത്തെ ശിക്ഷ, ഖബറിന്റെ അകത്തെ ഫിത്ന, ഇത് വിശ്വസിക്കാത്തവർ മുസ്ലിങ്ങളിൽ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. എല്ലാ വിഭാഗവും ഇത് സമ്മതിക്കുന്നതായാണ് നാം മനസ്സിലാക്കുന്നത്. ഈ ഫിത്നയും ഖബറും, ഖബറിന്റെ അകത്ത് വെച്ച് നടക്കുന്ന ഫിത്നയും അദാബും ബർസഖി ജീവിതത്തിൽ നടക്കുന്ന അനുഭവമാണല്ലോ. ഇത് വിശ്വസിക്കുന്ന മുസ്ലിം, ഖബർ ശിക്ഷയും ഖബറിലെ സുഖവും അംഗീകരിക്കുന്ന മുസ്ലിം ബർസഖി ജീവിതത്തെ നിഷേധിക്കാൻ യാതൊരു വകുപ്പും കാണുന്നില്ല. പക്ഷേ വിശ്വാസികളിൽ ചിലരും ഇവിടെ നിഷേധികളുടെ റോളിൽ വരികയാണ്. മരിച്ചു പോയാൽ പിന്നെ സമ്പൂർണ്ണ വാസമാണെന്ന ഭാവേനയാണ് അവരുടെ സംസാരം. മരണപ്പെട്ടവർക്ക് പിന്നെ എന്ത്, മരിച്ചാൽ പിന്നെന്ത്, മരിച്ചാൽ പിന്നെന്ത് കഴിവ്, മരിച്ചാൽ പിന്നെന്ത് കേൾവി, മരിച്ചാൽ പിന്നെന്ത് അറിവ്, ഈ ഭാവത്തിലാണ് അവരുടെ സംസാരവും എഴുത്തും പ്രസംഗവുമൊക്കെ. അവരിലുള്ള വിവരമുള്ളവരും പണ്ഡിതന്മാരും പലതരം കാവലുകൾ കാക്കുന്നുണ്ടെങ്കിലും പ്രയോഗങ്ങളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും സാധാരണക്കാർ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ, നമുക്ക് യാതൊരു കഴിവുമില്ല, നമുക്ക് യാതൊരു സിദ്ധിയുമില്ല, നമുക്ക് യാതൊരു അറിവുമില്ല എന്ന്. എഴുതുമ്പോൾ അവരെഴുതുക ആ അറിവ്, ആ തിരിവ്, ആ കേൾവി നമുക്ക് നിരൂപിക്കാൻ കഴിയില്ല, എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെയാണെങ്കിലും വിവരമുള്ളവർ അങ്ങനെയൊക്കെ സൂക്ഷിച്ചു പറഞ്ഞാലും സാധാരണക്കാർ മനസ്സിലാക്കുന്നത് മരിച്ചു പോയാൽ പിന്നെന്ത്, മരണപ്പെട്ടവർ അവരുടെ ലോകം, ഖബറിങ്ങ ചെന്നാപ്പോൾ ഇടപാട്, മക്ബറയിൽ ചെന്നാപ്പോൾ ഇടപാട്, മക്ബറയുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ എല്ലാ ഇടപാടും എന്ന് ആരോപിക്കുന്നവരൊക്കെ മക്ബറയിൽ കൊണ്ടുപോയി മയ്യത്തിനെ മറമാടിക്കഴിഞ്ഞാൽ പിന്നെ ആ മറമാടക്കപ്പെട്ട ലോകത്തുള്ളവരുമായി കൂടുതൽ ബന്ധമില്ലെന്നും അവരെങ്ങോ ഏതോ തരത്തിലുള്ള നാശത്തിലേക്കാണ് പോയിരിക്കുന്നതെന്നും വിശ്വസിക്കുന്ന പോലെ, വിചാരിക്കുന്ന പോലെ സമൂഹത്തിലെ സാധാരണക്കാർ ധരിച്ചു വശായിരിക്കുന്നു. ഈ ഒരപകടം എങ്ങനെയുണ്ടായി? ഇത് വാസ്തവത്തിൽ മരിച്ചവരുടെ ലോകത്തെക്കുറിച്ച്, അതായത് ബർസഖി ജീവിതത്തെ സംബന്ധിച്ച ശരിയായ അവബോധത്തിൻ്റെ കുറവാണ്, തിരിച്ചറിവിൻ്റെ കമ്മിയാണ്, വിശ്വാസത്തിൻ്റെ കമ്മിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുകൊണ്ട് തന്നെ നമ്മുടെ പുത്തൻവാദികൾ ഇതുമായി ബന്ധപ്പെടുത്തി അവർ വാദിക്കുന്ന വാദങ്ങളിലൊക്കെ ഈ അറിവിൻ്റെ കമ്മി തെളിഞ്ഞു കാണാം, ഈ അവബോധത്തിൻ്റെ കുറവ് കാണാം. വാദങ്ങളിലൊക്കെ മരിച്ചവർ കേൾക്കില്ല, മരണപ്പെട്ട മഹാത്മാക്കളോട് സഹായം തേടിക്കൂടാ, മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടത്തിയൂടാ, ഇത് നടത്തിയൂടാ, മരിച്ച ശേഷം പിന്നെ നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല, മരണപ്പെട്ട ശേഷം പിന്നെ എന്തു ചെയ്തിട്ടും കാര്യമില്ല, മരണപ്പെട്ടവർ അവരുടെ ലോകത്ത്, നമ്മൾ നമ്മുടെ ലോകത്ത്. അപ്പം മരിച്ചവരുടെ ലോകത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ലോകമുണ്ടെന്നും ആ ലോകത്ത് ഒരു ജീവിതമുണ്ടെന്നും മനസ്സിലാക്കിയാൽ പോലും വിശുദ്ധ ഖുർആൻ ആ ജീവിതത്തെക്കുറിച്ച് നൽകുന്ന പാഠമെന്ത്, അള്ളാഹുവിൻ്റെ റസൂൽ ആ ജീവിതത്തെക്കുറിച്ച് നമ്മെ ധരിപ്പിക്കുന്ന ചിന്തകളെന്ത്, വിശ്വാസങ്ങളെന്ത് എന്ന കാര്യത്തിൽ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ വസ്വാസ് വാസ്തവത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതും നമ്മുടെ പുത്തൻവാദികളുടെ തെറ്റായ ജീവിതം കൊണ്ടും തെറ്റായ സമീപനം കൊണ്ടും വരുന്നതാണ്. വാസ്തവത്തിൽ ഈ ലോകത്തെ നമ്മുടെ ഇന്നത്തെ വർത്തമാന ജീവിതവും പരലോക ജീവിതവും തമ്മിൽ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ഇസ്ലാമിക പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ ഒരു ചെറിയ വിശദീകരണം നൽകുകയാണ് ഇവിടുത്തെ വിഷയാവതരണത്തിൻ്റെ ഉദ്ദേശം. ഈ നേർക്കുനേർ പരിപാടിയിലെ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതം, ആത്മാവുമായി ഇപ്പോൾ നമുക്കുള്ള ബന്ധം കുറച്ച് ശക്തമായ ബന്ധമാണ്. ആ ശക്തമായ ബന്ധത്തെ തന്നെ വാസ്തവത്തിൽ നമ്മളൊന്ന് നിരൂപിച്ചു നോക്കി.
ആത്മാവിനെ ഒരു തടവറയിലാക്കിയ തരത്തിലുള്ള ബന്ധമല്ലേ വാസ്തവത്തിൽ ഇപ്പോൾ നമ്മുടെ ശരീരവുമായി ആത്മാവിനുള്ളത്? എനിക്കിപ്പോൾ കോഴിക്കോട്ടെത്തണം, 5 മിനിറ്റ് കൊണ്ട് കോഴിക്കോട്ടെത്തണം എന്നെൻ്റെ ആത്മാവിന് മോഹമുണരാം, ആഗ്രഹം ജനിക്കാം. പക്ഷെ ആത്മാവിനങ്ങനെ തോന്നിയാൽ, എനിക്കങ്ങനെ തോന്നിയാൽ, എനിക്ക് എന്ന് പറയുന്നത് തന്നെ ആത്മാവാണ്. ഞാൻ, നീ, അവൻ എന്നൊക്കെ പറയുന്ന ആത്മാവ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ പറ്റൂല. ഈ ബോഡിയെ കൊണ്ടാണ് ഞാൻ, നീ, അവൻ എന്നൊക്കെ പറയുന്നത് എന്ന് പറയാൻ നിരൂപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളും തയ്യാറാവില്ല. അപ്പം അവൻ, ഞാൻ, നീ എന്നൊക്കെ പറയുന്നത് ആത്മാവിനെ. എനിക്ക് തോന്നി കോഴിക്കോട്ടെത്തണമെന്ന്, അതായത് എൻ്റെ ആത്മാവ് മോഹിച്ചു കോഴിക്കോട്ടെത്തണമെന്ന്. പോകാൻ കഴിയില്ല, എൻ്റെ ശരീരം അതിന് സമ്മതിക്കൂല. എൻ്റെ ശരീരത്തിൻ്റെ തടവറയിലുള്ള ആത്മാവിന് ശരീരം പോകുമ്പോഴേ കോഴിക്കോട്ടെത്താൻ കഴിയൂ. സാധാരണഗതിയിൽ ഇതാണ് രീതി. അസാധാരണമായി ഇവിടെയും ശരീരത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ആത്മാവ് കൊണ്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. അത്തരം ആത്മീയ യാത്രകളുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ അനുഭവങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ തടിവറയിൽ നിൽക്കുന്ന, ദേഹത്തിൻ്റെ തടവറയിൽ നിൽക്കുന്ന ദേഹി ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. ദേഹിയുടെ ഉദ്ദേശം പോലെ കാര്യങ്ങൾ നടക്കാൻ വിലങ്ങുകളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്. എന്തുകൊണ്ട്? ജഡപ്രധാന ലോകമാണിത്. ജഡത്തിനാണ് ഇവിടെ പ്രാധാന്യം. ജഡവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജഡത്തിൻ്റെ തടവറയിൽ നിന്നുകൊണ്ട്, ജഡത്തിൻ്റെ പരിമിതികൾക്കൊത്തുകൊണ്ട്, ജഡവുമായി ബന്ധപ്പെട്ട ജഡത്തിൻ്റെ എല്ലാവിധ ന്യൂനതകൾക്കും ഒത്തുകൊണ്ട് ആത്മാവിന് സഞ്ചരിക്കുവാനേ ഇവിടെ കഴിയൂ. ജഡത്തിന് എപ്പോൾ എത്താൻ കഴിയൂ? എപ്പോഴേ കഴിയൂ? ഉദാഹരണം, എൻ്റെ ജഡം ചുമന്നു കൊണ്ടുപോകുന്ന ബസ്സുണ്ടെങ്കിലേ എനിക്ക് ഉദ്ദേശിച്ച സ്ഥലത്തെത്തൂ, വാഹനമുണ്ടെങ്കിലേ ഉദ്ദേശിച്ച സ്ഥലത്തെത്തൂ. എൻ്റെ ജഡമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കൊരുപാട് ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. ഈ ദുഃഖവും സന്തോഷവും ഒന്നും അതിൻ്റെ തേട്ടം പോലെ പ്രവർത്തിക്കാൻ, ആത്മാവിൻ്റെ മോഹം പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല. ശരീരത്തിൻ്റെ തടവറയിൽ നിൽക്കും. അപ്പം ശരീരത്തിനു പ്രാധാന്യമുള്ള, ജഡത്തിനു പ്രാധാന്യമുള്ള, ജഡപ്രധാനമായ ഈ ലോകത്ത് ആത്മാവിന് അത്ര തന്നെ പ്രധാനമില്ല. ജഡവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ജഡപ്രധാന ലോകത്ത് നിന്ന് മരിച്ചവരുടെ ലോകത്തേക്ക് എത്തിയാൽ മരിച്ചവരുടെ ലോകം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അവിടെ ആത്മപ്രധാന ലോകമാണ്. ആത്മാക്കൾക്കാണ് പ്രാധാന്യം. ജഡം അവിടെ 2ാം നമ്പർ ആവുകയാണ്. ആത്മാവിൻ്റെ പ്രാധാന്യം ജഡത്തിന് അവിടെ കിട്ടുന്നില്ല. നാം വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. ആത്മാവിൻ്റെ ലോകത്തെത്തുമ്പോൾ മരിച്ചവരെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? പരേതാത്മാക്കൾ. പത്രത്തിനും കൂടി കാണും, പരേതാത്മാവിന് അള്ളാഹു മൗഫറത്ത് നൽകട്ടെ, പരേതാത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. ഈ പരേതാത്മാവ് എന്ന നമ്മുടെ വിളി തന്നെ മരിച്ചവരുടെ ലോകത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ആളുകളെ വിളിക്കുന്നത് പരേതാത്മാവ് എന്നാണ്. ആത്മാവിനാണ് ഇവിടെ പ്രാധാന്യം എന്നീ പ്രയോഗം അറിയിക്കുന്നു. അപ്പൊ ആത്മപ്രധാന ലോകമായ മരിച്ചവരുടെ ലോകത്തേക്ക് എത്തിയാൽ ആത്മാക്കളാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ആത്മാവിൻ്റെ ഉദ്ദേശത്തിനൊത്ത് ചിലപ്പോൾ ജഡം അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ജഡം കിട്ടുകയും ചെയ്യും, ചിലപ്പോൾ ജഡം കിട്ടുകയില്ല. ജഡവുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ, ജഡത്തിലുള്ള തടവറയിൽ നിലകൊള്ളുന്നതിനേക്കാൾ ആത്മാവിനാണ് അവിടെ കൂടുതൽ പ്രത്യേകത. ഒരു വേള നാം ആലോചിച്ചാൽ, ഇതിനെ മറ്റൊരു വിധത്തിൽ വിശദീകരിച്ചാൽ, ജഡത്തിൻ്റെ തടവറയിൽ നിന്നുള്ള ഒരുവിധ മോചനമാണ് മരണം എന്ന് പറയാം. ഇതുകൊണ്ട് മരണത്തെ കൈകാട്ടി വിളിച്ചവരുണ്ട്, കൈകാട്ടി സ്വാഗതം ചെയ്തവരുണ്ട്. യഹബ്ബദൽ മൗത്ത്, മരണം അതല്ലേ വരേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട്. ആത്മീയ ലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ബർസഖിലെ ജീവിതത്തെക്കുറിച്ചും ആഖിറത്തിലെ ജീവിതത്തെക്കുറിച്ചും നല്ല ശരിയായ വിശ്വാസമുള്ള ഒരു വിശ്വാസിക്ക് മരണം പുല്ല് വിലയാണ്. മരിക്കുന്നതാണ് സന്തോഷം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കളിൽ മരണമല്ലേ വരേണ്ടത്, മരിക്കാനല്ലേ നമ്മൾ നിൽക്കുന്നത്, സബാഷ് മരണം എന്ന് പറഞ്ഞവരില്ലേ? എന്തുകൊണ്ടാണത്? ശരീരത്തിൻ്റെ പിടുത്തത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം എന്ന പോലെ വാസ്തവത്തിൽ ആത്മാവിന് മോചനം കിട്ടുകയാണ്. അപ്പൊ ആത്മാവിന് മോചനം കിട്ടി ആത്മപ്രധാനമായ ലോകത്തേക്ക് മനുഷ്യൻ മരിക്കുന്നതോടുകൂടെ ചെന്നെത്തുകയാണ്. എന്നാലും ആത്മാവിനും ശരീരത്തിനും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തരം ജീവിതമാണവിടെ. ആ ജീവിതത്തിൽ സമ്പൂർണതയില്ല, ഇഷ്ടം പോലെ വിരാജിക്കാനാവില്ല. അള്ളാഹു നിശ്ചയിച്ച വിധം ആത്മാവിൻ്റെതായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അള്ളാഹു ആത്മാവിന് നൽകുന്ന സിദ്ധികളുടെ പൂർണ്ണ ഗുണവും പ്രധാനപ്പെട്ട ഗുണങ്ങളും അവിടെ ലഭിക്കുന്നില്ല. അത് പിന്നീട് ലഭിക്കുന്നത് ശരീരത്തെ അല്ലാഹു തആല അതിൻ്റെ ആദ്യാവസ്ഥ പോലെ തന്നെ പുനഃസൃഷ്ടിച്ച് ആ പുനഃസൃഷ്ടിച്ച ശരീരവുമായി ആത്മാവിനെ ബഅസോടുകൂടെ ബന്ധപ്പെടുത്തിയിട്ട് പരലോകത്ത് കൊണ്ടുവരുന്നതോടുകൂടിയാണ് നശിക്കാത്ത നാം ഉണ്ടാകുന്നത്.